ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഇന്ത്യനൂർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ത്യനൂർ വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഞാൻ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ്, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തതുകൊണ്ട് അടുത്ത കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പെരിയിൽ നിന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ, മോളിൽ കൂടെ പോയത്. ഇവിടെ കമ്പനി ഒക്കെ ഉണ്ട്, സെൽബോണ്ട് വെള്ള കമ്പനിയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇത് സൈഡിലുള്ള ഒരു പെരന്റെ മതിലൊക്കെയാണ് ഗൈസ്. ഇത് പൂവിക്കൽ ഓഡിറ്റോറിയം പെരുങ്കുളമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ് ഗൈസ്. ചിലപ്പോൾ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വെയിലാണ്. ഇപ്പോൾ മഴക്കാലമാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ട്. മദ്രസക്കൊക്കെ പോകുമ്പോൾ തണുത്ത് വിറച്ചായിരുന്നു ഗൈസ് മദ്രസയിലൊക്കെ ഇരുന്നേനെ. റോഡ് നല്ല റോഡ് തന്നെയല്ലോ, റോഡ് നേരൊക്കെയാണ്. റോഡ് നേരൊക്കെ ചില കുണ്ടും കുഴിയൊക്കെ റോഡ്. ഇനി നമ്മൾ പോണത് 4 വഴിയുള്ള സ്ഥലത്ത്. ഇങ്ങോട്ടൊരു വഴി, ആണ്ടൊരു വഴി, പിന്നെ വഴി കോട്ടൂർ സ്കൂൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞെത്തിയിട്ടാണ് കൊടുക്കുന്ന വഴിയുടെ എത്താണ് ഗൈസ്. ഈ ഒരു വളവ് കഴിഞ്ഞാൽ ഒരു കയറ്റം ഉണ്ടായി കൂടി അങ്ങനെ പോകുമ്പോൾ കോട്ടൂർ സ്കൂളെത്തും. കോട്ടൂർ സ്കൂളിലേക്ക് അല്ല പോവല് അല്ല, ഇങ്ങോട്ട് റൈറ്റ് കൂടി നമ്മൾ പോയിക്കണം ഗൈസ്. നമുക്ക് ഇനി അവിടെ പോകുമ്പോൾ ഒരു കയറ്റുണ്ട്, ആ കയറ്റൊക്കെ കയറിക്കാണ്ടാണ് ഗൈസ് ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകിച്ച് ബസ്സൊക്കെ അതോ കുറേ കുട്ടികളെ അമ്പ് കുറ്റിയിട്ടാണ് കുട്ടികളെ ഈ ഒരു കയറ്റം കയറിയാണ് ഈ കോട്ടൂർ ബസ്സൊക്കെ പോലെ. നല്ല കയറ്റം, കുറേ കുട്ടാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂളിൻ്റെ ആ വഴി കൂടെ പിന്നെ അത് കഴിഞ്ഞ് പോന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യനോടുക്കുള്ള വൈകുന്നേരം ഇവിടെ റോഡ് പണിയാണ്. ഈ റോഡോട് നേരെ ഒരു നേരം പോലെ പോവാം. ഇവിടെ എന്തൊക്കെയാണ് പണിയാണ്. നമ്മൾ ബിരിയാണി സംഭവങ്ങളൊക്കെ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ത്യയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കടയിലെത്തി. നമ്മൾ ചിക്കൻ മേടിച്ചാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ചിലപ്പോൾ നമ്മൾ ആ കടയിൽ കഴിക്കാരം സാധനം വാങ്ങാൻ പോവുക. എല്ലാതുണ്ട് സാധനങ്ങൾ, അരിയൊക്കെ വാങ്ങാണ്ട്. ഗൈസ്, നമ്മൾ തൈര് വാങ്ങാൻ പോവുകയാണ് കേട്ടോ ഈ കടയ്ക്ക്. ഈ കടയിൽ നിന്ന് ഗൈസ് നമ്മൾ പറഞ്ഞിരുന്നത് ഗൈസ് എല്ലാ സാധനങ്ങളുണ്ട് ഗൈസ്. നമ്മൾ ഈ ലേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ 4 അപ്പോൾ ഗൈസ്, നമ്മൾ പോവുക. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പഞ്ചർ കടയിലാണ്, കടയിലല്ല കടിയിലാണ്, പഞ്ചർ കടിയിൽ. നമ്മൾ കാറിലെ പഞ്ചർ നോക്കാമെന്നാണ്, പഞ്ചറല്ലേ സ്റ്റാർട്ട് നടക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോവുകയാണ് കേട്ടോ. എല്ലാ സാധനം വാങ്ങിയിട്ട് നമ്മൾ പരിക്ക് പോവുകയാണ്. അപ്പം അരി വാങ്ങാണ്ട് കേട്ടോ ഗൈസ്, നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് അരി അങ്ങനെ. അപ്പോൾ ഗൈസ്, ഈ കടയിലാണ് നമ്മൾ വാങ്ങുന്നത് അരി. ഗൈസ്, നമ്മൾ പെരിക്ക് പോവുക. പെരിയിലെത്തിയിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പെരിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ബിരിയാണി വെക്കാനില്ല അക്കൗണ്ട്. ഇവിടെ ഇതെന്താ പൊരിച്ചാന് ബ്രോയിലറും. നമ്മൾ തൈരിനുള്ള ഉള്ളി അരിയാണ് കേട്ടോ. അപ്പോൾ
ഗൈസ് അടുത്തോളം കുടിച്ചാൽ വെച്ചിട്ടേനു. അപ്പോൾ അതാണ് ഗൈസ് കേട്ടാണ്ട് നമുക്ക് പൊട്ടിക്കാം. നല്ലതാ. ബാക്കത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, അത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആകാലെ പോലെ എടുക്കാം. കിട്ടുന്നില്ല. അയ്യോ കൊറേ നേരമായല്ലോ. ഐസും കട്ട അവിടെ കുറേ ഒന്ന് പോയിക്കണേ. എനിക്ക് നല്ല ഇഷ്ടം ഐസും കട്ട. എങ്ങനെ കൂട്ടാൻ ഉമ്മച്ചും മമ്മിയൊക്കെ പറയും ഐസും കട്ട തിന്നരുത് ഉപ്പച്ചോ ചീത്ത. പക്ഷെ ഞങ്ങൾ തിന്നും ഐസ്, തണുത്തുള്ള ഐസ്. അപ്പം ഐസ് ഞങ്ങളിത് പൊട്ടിച്ചിട്ട് തരാം. ക്യാമറമാനോ കൊടുക്കണ ഐസ്. നമ്മൾ ഉള്ളിക്കുള്ള മുളകരി. അതിന് നമ്മൾ 2 ചെറുനാരങ്ങ പിഴിയണം. നാരങ്ങ നല്ലോണം മുളകിൻ്റെ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം. പാചകത്തിടാം. എല്ലാം ഒരു കൈക്കണക്കാണ് ഗൈസ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കിയ നാരങ്ങൻ്റെ ഇത് വയ്ക്കാം. ഗൈസ് നമുക്ക് ഉപ്പിടാം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഗൈസ് ചിക്കൻ കാലൊക്കെ ഉണ്ട്. ഒരു ചിക്കൻ കാല് എനിക്കൊരു ചിക്കൻ കാലം, എനിക്കൊരു ചിക്കൻ കാല് ക്യാമറാമാൻ. മറ്റേ ക്യാമറാമാനിന് എന്ത് ചിക്കൻ കാലാണെങ്കിൽ കുഴപ്പമില്ല. 5 ചിക്കൻ കാലുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കും ചിക്കൻ കാലേനോ വേണം. ഇവിടെ ചിക്കൻ കാലിന് അടിയാണേ. അപ്പോൾ എന്നുണ്ടാക്കുകയാണെങ്കിൽ 3 കാലെങ്കിലും ഉറപ്പായി വേണ്ടി വരും. ഗൈസ് നമുക്ക് അരമണിക്കൂർ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി പൂട്ടിയേക്കാം. ഇനി നമുക്ക് പൗത്താങ്ങ ഇറക്കാൻ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം പൗത്ത മാങ്ങ ഇറക്കാൻ. സിതുവാ നേരത്തൊക്കെ നല്ല ഇതുണ്ട് പറഞ്ഞതിന്, നല്ല കാറ്റ് തണല് ഇതൊക്കെ ഉണ്ട് പറഞ്ഞതിന്. ഇപ്പൊ കുറച്ച് വെയിലായി വരുന്നുണ്ട്. ഓളെ പോയി വിളിച്ചോണ്ടിരുന്നു. ഒരു ക്യാമറ വുമനുണ്ട്. ഓൾക്ക് കൊടുക്കാതെ മാങ്ങ തിന്നാൽ പിന്നെ നമ്മളെ പെര 2ആയി മുറിച്ചും കൈസ്. ഇതേപോലൊക്കെയാണ് മാങ്ങ. ഞാൻ നല്ല കാണിച്ചു ഒരു വീഡിയോ. നമുക്ക് കയറാൻ നിന്നപ്പോൾ ഒരു ക്യാമറ വുമൺ എന്നെ തടുത്തു. ആദ്യം ഓള് പോയിട്ട് കയറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. നമുക്ക് കയറാം. ഇങ്ങോട്ട് ക്യാമറ തിരിക്കുകയും ഇങ്ങോട്ട്. ഓക്കെ, ഞങ്ങളെ മദ്രസ പള്ളി ഒക്കെ ഉണ്ട്. കാണാം. റോഡ് മാങ്ങ ഗൈസ്. ഒരു കാക്കൻ്റെ കടയാണ്. ഞങ്ങളെപ്പോഴും എന്നും ഒരു ദിവസം 2 നേരം ആ കടയ്ക്ക് പോകണമെന്ന് നിർബന്ധാ. അപ്പോൾ ഗൈസ് ഇന്നലെ ഈ ചെടികളൊന്നും അധികം വിരിഞ്ഞിട്ടില്ലല്ലോ. നല്ല പൂവ് ഇന്ന് നല്ല വാവു ആയി വിരിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. ഇപ്പം
മാങ്ങ കൊണ്ടേക്കാൻ പോവാണ് ഞാൻ. അപ്പം ഗൈസ് നമ്മളെ ബിരിയാണി ഉണ്ടാക്കുന്ന അടിയിൽ കൂടി നമ്മൾ മാങ്ങ അരച്ചാൻ പോയിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും പിന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. പിന്നെ തൈരിക്കുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളി, മുളക്, തൈര്, ഉപ്പൊക്കെ ഇട്ടാണ് നമ്മൾ തൈര് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഉള്ളിയൊക്കെ ഉണ്ടാക്കാനേ. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊരിച്ചാനും ബിരിയാണിക്കുള്ള ഉള്ളി മമ്മ ഇവിടെ അരിയാണ് കേട്ടോ. 4 ഉള്ളിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഉപ്പും ചേർക്കണം, എന്നാലേ നല്ല ക്രിസ്പി ആയി വരുള്ളൂ കേട്ടോ നല്ലപോലെ. ഇനി ബിരിയാണിക്കുള്ള ഉള്ളി ഇതാണ്, നല്ല കുനുക്കുന കട്ട് ചെയ്ത് കണ്ട്. തക്കാളിയും ഉള്ളി ഇവിടെ ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല വീട്ടിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ട്. ഇതിലേക്കുള്ള പട്ടൊക്കെ നമ്മൾ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നല്ലപോലെ വറുത്തെടുക്കണം, എന്നിട്ട് അത് ജാറിൽ പൊടിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇവിടെ അത് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ട്. ഞാൻ ചിലപ്പോൾ അതിന് ഇങ്ങനെ പൊക്കലുണ്ട് കേട്ടോ ഞങ്ങളെ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളിയാണ് കേട്ടോ ഇവിടെ പൊരിച്ചണത്. ഇപ്പോൾ കുറച്ച് കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ രസമാണ് കേട്ടോ. ഇത് നമ്മളെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കാണിച്ച വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും നല്ലപോലെ ഇനി ഇതാക്കണം, മിക്സിയിലിട്ട് അരക്കണം. ഇവിടെ അത് അരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. പിന്നെ അത് ഇനിയൊരു പാത്രത്തിൽ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ ചിക്കൻ വേവിച്ചാലുള്ള കുക്കർ ഇതെവിടെ എടുത്തിട്ടുണ്ട്. അതിക്ക് നമ്മൾ നെയ്യ് ഇട്ടിക്കാണ്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് വറുത്തണം കേട്ടോ. പക്ഷെ ഞങ്ങളത് എടുത്ത് വെച്ചിരുന്നു, ഞങ്ങളെടുത്തുനിന്ന് അത് അറിയാതെ ഡിലീറ്റ് ആയിപ്പോയതാണ്. പിന്നെ അതിക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞുകാണ്ട് ഇട്ടണം. പിന്നെ ഉപ്പിട്ടുകാണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ, നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട ആ ഒരു പേസ്റ്റ്, അത് നമുക്ക് ഇതിക്കാണ് തട്ടി കൊടുക്കുന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനില്ല അത് എടുക്കണം കേട്ടോ. അത് എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഇടണം, എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെള്ളം എടുക്കണം, 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇങ്ങനത്തെ ഇതിൽ 2 ഗ്ലാസ് വെള്ളം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അയിക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇനി ഗൈസ് നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇനി അത് വേവണ വരെ വിസിലടിച്ചോട്ടെ കേട്ടോ.
അപ്പോൾ ഗൈസ് ബിരിയാണിക്കുള്ള വെള്ളം അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അതിക്ക് എന്തൊക്കെയോ പട്ടിയും ഗ്രാമം എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഇട്ടിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വേവിക്കാൻ വെച്ച ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരൊക്കെയോ അത് തിന്നണുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് ഇത് ഇട്ട് കൊടുക്കുക, തക്കാളി. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിക്ക് പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന്. കുറേ ഒന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. തിന്നാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇട്ടെടുക്കുക. പിന്നെ അത് മിക്സ് ചെയ്യുക ഗൈസ്. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് അതിക്ക് എന്നിട്ട് നമ്മൾ കുറച്ച് തൈരോ കുറേ തൈര് ഇട്ടെടുക്കണ്ടേ. നല്ലതുപോലെ കുറേ തൈര് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്യാതെ മിക്സ് ചെയ്യലോണ്ട് മിക്സ് ചെയ്യലാണ് ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിക്ക് നമ്മൾ വരട്ടി വെച്ച ഉള്ളി കുറേ ഇട്ട് കൊടുക്കുക. ബിരിയാണിക്ക് അത്ര വേണമെങ്കിൽ ഇതിക്ക് നല്ല വേണം ഗൈസ്. നല്ല ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് തള വരാൻ വെക്കാം. ഇതൊരു 5 മിനിറ്റ്. അപ്പോൾ ഗൈസ് നമ്മളെ തള ഇവിടെ തളിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലത്തെ വെള്ളം കുറേ എടുക്കുന്നുണ്ട് ബിരിയാണിക്ക് ഒഴിച്ചാൽ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിക്ക് ബിരിയാണിക്ക് കുറേ എടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ഒഴിച്ചാൽ നല്ല ഇഷ്ടമാണ്. ഇത്ര മതി ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര മതി ബിരിയാണിക്ക് ഒഴിച്ച വെള്ളം. അപ്പം നമ്മൾ ബിരിയാണി എസൻസ് ഇതിൽ ഒഴിച്ചെടുക്കണ്ടേ. ഇതാണ് ഗൈസ് ബിരിയാണി എസൻസ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വലിയൊരു ചമ്പട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ ഇത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് എല്ലായിടത്തും നല്ലപോലെ ഇതാക്കണം കേട്ടോ. എല്ലായിടത്തേക്കും നല്ലപോലെ പരത്തി കൊടുക്കണം. നല്ലപോലെ പരത്തി കൊടുക്കണം ഞങ്ങൾ. അപ്പോൾ ഇത് നമ്മളിനി അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തേക്ക് നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട്. അതിക്ക് നാരങ്ങ ഒക്കെ പിഴിഞ്ഞാണ്ട് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ബിരിയാണി എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ ഗൈസ് ഇതിനി നമുക്ക് വെന്തെന്നിട്ട് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. തീയൊക്കെ നല്ല ആളി കത്തുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ചോറ് ഇവിടെ വെന്തെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. നല്ലപോലെ സെറ്റായി നിന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നിന്നിട്ട് മറ്റേ ചോറ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെട്ടി കൊടുക്കണം ഗൈസ് എല്ലായിടത്തേക്കും. ചോറ് കുറേ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുക എല്ലായിടത്തേക്കും. ഞങ്ങൾ എല്ലായിടത്തേക്കും ആക്കിയിട്ടുണ്ട് ഗൈസ്. വലിയ ചമ്പട്ടിയാണ് ഞങ്ങൾ എടുത്തത്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടി ചോറ് നമ്മൾ എടുത്താണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടിയും മുന്തിരിയും അതിക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പൊരിച്ച ഉള്ളി ചിക്കൻ്റെ എല്ലാ ഗ്രേവി അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കണ്ടേ. ഞങ്ങൾ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളോട് പറഞ്ഞില്ലേന്നാ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ചോറ് രണ്ടാമത്തെ ലെയറായിക്കാണ്ട് പിന്നെയും ചോറ് ഇടുന്നുണ്ട്. അതും പിന്നെ നല്ലപോലെ എല്ലായിടത്തേക്കും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ നന്നായിട്ട് പെരത്തി കൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 ലെയർ ആക്കണുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ഗ്രേവി ഇടുന്നുണ്ട്. കുറേ നേരത്തെ പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഇടുന്നുണ്ട്. അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫുള്ളും ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് അടിച്ച് വെച്ചിട്ടുണ്ട്. ദം ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് കരിയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് കുറേ. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഇവിടെ ദം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു 3/4 മണിക്കൂറൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ദം പൊട്ടിച്ചാൽ വാവ് നല്ല രസമുണ്ട്. നല്ല മണമുണ്ട് ഗൈസ്. അത് തിന്നാൻ തോന്നണേ. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാതും നല്ല ഉണ്ട്. ഇനി നമുക്കിതിനി മിക്സാക്കാം നല്ലപോലെ. എല്ലായിടത്തേക്കും പിടിച്ചണം.
അപ്പോൾ ഗൈസ് ഇത് നമ്മൾ പുറത്തേക്ക് പോകാൻ വിചാരിച്ച് 2 പ്ലേറ്റൊക്കെ എടുത്തിങ്ങനെ ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിച്ചാൽ നല്ലപോലെ മിക്സാക്കി ഇനി നമുക്ക് ചോറ് ചിക്കൻ ബിരിയാണി സെറ്റ് ആദ്യം ചിക്കൻ പീസ് എല്ലാം കൂട്ടി അയ്യോ ചിക്കൻ നല്ല ചൂടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചിക്കൻ കറി കടിച്ചിട്ട് ഒരു ചെടുവേ ഒരു വെള്ളം ഊർത്തില്ല അങ്ങനെയാണ് സൗണ്ട് ഇടുന്നത്. നമ്മൾ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. നമുക്ക് കുറച്ച് മാങ്ങാച്ചാറിൻ്റെ കണ്ടെടുക്കുക, കുറച്ച് തൈര് എടുക്കുക, പിന്നെ കുറച്ച് ചമ്മന്തി എടുക്കുക, സമ്മന്തി പിന്നെ ചിക്കൻ പീസ് കൊടുക്കുക, അത് തിന്നുക. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ബിരിയാണി കിട്ടിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബിരിയാണി ഒന്ന് എല്ലാവരും ഓരോരോ പേരിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് രസം ഉണ്ടോയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്നിട്ട് നമുക്കിനി മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ഗൈസ്.